ഹലോ ഗായ്സ്. ഹായ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ വീണ്ടും അടുത്ത ട്രിപ്പിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ കാലമായി ഞങ്ങൾ 3 പേരായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരെ ഇങ്ങനെ ആഡ് ചെയ്ത് വന്നു. ഫസ്റ്റ് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ 3 പേരായിരുന്നു. വീണ്ടും നമ്മൾ 3 പേരായിട്ട് പോകുന്ന കുറേ കാലത്തിന് ശേഷമാണ്. അങ്ങനെ നമ്മൾ 1 വർഷമായി ഉണ്ടാവില്ലേ? 1 വർഷമല്ല, അതിനും കൂടുതലായി. ചെറിയ ട്രിപ്പുകൾ പോകും. ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്റ്റേ ഒക്കെ ഉള്ള സ്റ്റേ ഉള്ള ട്രിപ്പ് നമ്മൾ പോയി. ഗോവയിൽ പോയി. അല്ല, ന്യൂ ഇയറിന് ഗോവയിൽ പോയപ്പോഴും നമ്മുടെ ഒപ്പം വേറെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ 3 പേരായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഔട്ട്സൈഡ് കേരള പോയത് ഹംപിയാണ്. അല്ല, പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയാണ്. അതെ. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ചെന്നൈയിലോട്ട്. ചെന്നൈ പട്ടണം. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ രാവിലെ 10 മണിയാകുമ്പോഴാണ് അവിടെ എത്തുക. അപ്പോൾ നമുക്ക് ഉറങ്ങാം. ബൈ ഗായ്സ്. അങ്ങനെ രാവിലെ 9 മണിയായി. ഇനി 1 മണിക്കൂറും കൂടിയാണ് ട്രെയിനിൽ കിടക്കേണ്ടത്. ബാക്കിയുള്ളവരെ കൂടി കാണിച്ചു തരാം. ഇതാ കിടക്കുന്നു ഒരാൾ, മറ്റൊരാൾ ഇതാ അവിടെ കിടക്കുന്നു. ഞാൻ നേരത്തെ എണീക്കുന്ന കൂട്ടത്തിലായ ഞാൻ എണീറ്റു. സമയം 9 മണി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും കഴിക്കാം. ഞാൻ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയ ചിപ്സാണ്, കപ്പ ചിപ്സാണിത്. ഇത് കഴിക്കാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്കിതിലെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം എവിടെയാണെന്നൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആൾക്കാർ പോകുന്ന വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഭംഗിയുള്ള പ്ലാറ്റ്ഫോം ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്പേഷ്യസ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിരക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ നേരെ മെട്രോയിലോട്ടാണ് പോകുന്നത്. ഇതാ മെട്രോ സ്റ്റേഷൻ. നമ്മൾ റെയിൽവേ സ്റ്റേഷനെ പുറത്തിറങ്ങിയാൽ തന്നെ മെട്രോ സ്റ്റേഷനാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ 10 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഗവൺമെൻറ് എസ്റ്റേറ്റിലോട്ടാണ് ടിക്കറ്റ് എടുത്തത്. 6 മിനിറ്റ് കഴിഞ്ഞിട്ടേ ട്രെയിൻ വരുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത സ്റ്റോപ്പ് തന്നെയാണ്. അവിടെ എത്തിയിട്ട് നമുക്ക് റൂം എടുക്കാം. അങ്ങനെ മെട്രോയുടെ പുറത്ത് നമ്മൾ ഇറങ്ങി. അങ്ങനെ മെട്രോ സ്റ്റേഷന് പുറത്തിറങ്ങി. ഈ കാണുന്നത് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഒരു തിരക്കുമില്ല. ഹോസ്പിറ്റൽ പോലെ തോന്നുന്ന പോലില്ല. നമ്മൾ റൂം നോക്കുകയാണ്. ഏത് ഭാഗത്തോട്ട് പോയാലാണ് റൂം കിട്ടുകയെന്നാണ് നോക്കുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറേ ആൾക്കാർ വന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ചമ്മന്തി കുറേ ഉണ്ട്. എന്ത് വ്ളോഗുകൾ അങ്ങനെ കഴിച്ചു നോക്കൂ. ഈ വ്ളോഗിൽ മൊത്തം ഈ ആയിരിക്കും. ഇഡ്ഡലി തിന്നു നോക്കൂ. വ്ളോഗിലും എൻ്റെ കയ്യിലത് പൊസിഷനിലല്ല ഇരിക്കുന്നത്. നല്ല ഇഡ്ഡലിയാണോ? ഒരു അഭിപ്രായം ഒന്നും പറയുന്നില്ല. നമുക്കും കഴിക്കാം. നമ്മൾ അവിടുന്ന് ഒരു പ്ലേറ്റ് 3 ഇഡ്ഡലിയാണ് കഴിച്ചത്. 50 രൂപയാണ് ആയിട്ടുള്ളത്. നമ്മൾ 3 പേരും ഓരോ ഇഡ്ഡലി കഴിച്ചത്. എന്നിട്ട് 1000 ബാക്കിയായി. നമുക്ക് അത്ര കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി അവിടെ നമുക്ക് ചായ കിട്ടിയില്ല. ഇവിടെ നമ്മൾ ചായയും ഒരു കോഫിയും കുടിക്കുകയാണ്. അങ്ങനെ നമ്മൾ റൂമിൽ കയറി റെഡി ആയിട്ടുണ്ട്. ഞാനും റെഡിയായി. ഞങ്ങൾ വ്ളോഗുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ഞങ്ങൾ ആ റൂമിന് പുറത്തിറങ്ങി. വെയിൽ കൊണ്ട് ഒരാൾ മൂടി തീവ്രവാദിയായിട്ടുണ്ട്. എനിക്ക് പിന്നെ വെയിലൊന്നും ഒരു പ്രശ്നമല്ല. കൊള്ളാണെങ്കിൽ കൊള്ളല്ലേ. അതുകൊണ്ടാണ് ഞാൻ മുഖം അടയ്ക്കാത്തത്.
നമ്മൾ പാരീസ് ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് മഹാബലിപുരം ബസ് കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബസ് സ്റ്റോപ്പ് തേടി ഞങ്ങൾ കുറേ നടന്നു. ഇവിടെ ഒരു ചേച്ചി കപ്പ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ചുട്ട കപ്പയാണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഓരോരുത്തർ 5 രൂപയ്ക്ക് 10 രൂപയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇയാൾ കൊണ്ടുപോകുന്നത് 20 രൂപയുടെ കപ്പയാണ്. അങ്ങനെ ഞങ്ങളും വാങ്ങി 10 രൂപയ്ക്ക് കപ്പ. അതിൻ്റെ മുകളിൽ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബസ് കിട്ടി. നമുക്ക് ഫ്രീ ആണ് ബസ്സിൽ. തമിഴ്നാട്ടിലെ ബസ്സുകളിലൊക്കെ ലേഡീസിന് ഫ്രീ ആണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന അമ്മച്ചിക്ക് ഞങ്ങൾ സീറ്റ് എണീറ്റ് കൊടുത്തു. ആ അമ്മച്ചി ഹാപ്പിയാണ്. പിന്നെ കയ്യിൽ കപ്പ ഉണ്ട്. ഞങ്ങൾ വീണ്ടും ഒരു 10 രൂപയ്ക്ക് കൂടി ആ കപ്പ വാങ്ങിയിട്ടുണ്ട്. അടുത്ത ബസ്സിൽ കയറിയിട്ട് നമുക്കത് കഴിക്കാം. ഇവിടെ ഒരു ചേച്ചി കാർട്ടൂൺ കാണുന്നു. ഇതെന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കുട്ടികൾ കാർട്ടൂൺ ഇരുന്ന് കാണുന്ന പോലെയാണ് ഈ ചേച്ചി ഇരുന്ന് കാണുന്നത്. നമ്മൾ അങ്ങനെ പാരീസ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. നമുക്ക് വഴികാട്ടിയായിട്ട് ആ അമ്മച്ചി ഉണ്ട്. നമ്മൾ സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് വന്നപ്പോൾ അമ്മച്ചി ഹാപ്പി ചെയ്യുന്നു പറഞ്ഞില്ലേ, അമ്മച്ചിയാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. നമുക്ക് എവിടെ നിന്നാണ് ഇനി അടുത്ത ബസ് കിട്ടുകയെന്ന് കാണിച്ചു തരാനാണ് വരുന്നത്. അങ്ങനെ നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എവിടെയാണ് ആ ബസ് കിട്ടുകയെന്ന് നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ കയറാൻ പോകുന്നത് കോവളം ബസ്സിലാണ്. നേരിട്ട് മഹാബലിപുരം ഇവിടുന്ന് ബസ്സില്ല. നമ്മൾ കോവളം കയറിയിട്ട് അവിടെ നിന്ന് മാറിക്കയറും. അപ്പോൾ നമുക്ക് കയറാം. ഇതിലെങ്ങനെ ഫ്രീ ആയിട്ട് കയറാൻ പറ്റുമോ എനിക്ക് അറിയണം. ഇതിൽ ഫ്രീ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പൈസ കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ തന്നെ കരിഞ്ഞു. പാനിയുണ്ട്, കപ്പയുണ്ട്, ഒരു ഡയറി മിൽക്കും ഉണ്ട്. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ചിപ്സ് ബാഗിൽ നിന്ന് എടുത്തു, പക്ഷേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയിരുന്ന ബസ്സിൽ നിന്ന് മാറി കയറി. ഈ ബസ്സാണ് ഫസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് 3 പേര് കൂടിയിട്ട് കോവളത്തേക്ക് 123 രൂപയാണ് ആയത്. 20 കിലോമീറ്ററാണ് കോവളത്തേക്കുള്ളത്. അവിടെ നിന്ന് വീണ്ടും 20 കിലോമീറ്റർ കൂടി ഉണ്ട് മഹാബലിപുരത്തേക്ക്. 2:30 ഇത് കോവളത്തെത്തുക ഇവിടുത്തെ കണ്ടക്ടർ പറഞ്ഞു. ബാക്കി അവിടെ എത്തുന്നത് എന്തായാലും വെയിൽ കുറഞ്ഞിട്ടായിരിക്കും എത്തുക. ഭയങ്കര വെയിലാണ്. ഭയങ്കര താഴെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് കുത്തി കുലുങ്ങുന്നുണ്ട്. അവൾക്ക് കുത്തി കുലുക്കമില്ല. അങ്ങനെ നമ്മൾ കോവിലല്ല കോവളല്ല കോവലം കുട പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ നമുക്ക് കോവലത്തുനിന്ന് ഓട്ടോയാണ് കിട്ടിയത്. ബസ് കിട്ടിയില്ല. ബസ് 4 മണിയാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓട്ടോയിൽ നമ്മളവിടെ കൊണ്ടുപോയി മഹാബലിപുരം ചുറ്റി കാണിച്ചു തരാമെന്നാണ് ഈ അണ്ണൻ പറഞ്ഞത്. 1100 രൂപയ്ക്കാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. നമ്മൾ ഐസ്ക്രീം എന്തൊക്കെയോ സാധനങ്ങൾ തിന്ന് വയറ് നിറച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് കാണുന്നത് കടലാണ്. പിന്നെ പോണ വഴിക്ക് മൊത്തം ഈ കാണുന്നത് വിജയുടെ പോസ്റ്ററാണ്. അതായത് വിജയ് പാർട്ടി തുടങ്ങിയതിൻ്റെ ഇത്ര ഒരു കോളിളക്കം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് വിജയ് തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോസ്റ്റർ അടിച്ചിറക്കണമായിരിക്കും. അല്ലാതെ നാട്ടുകാർ വെക്കുന്ന പോസ്റ്ററായിട്ട് തോന്നുന്നില്ല. മൊത്തം വിജയുടെ പോസ്റ്ററാണ്. അവിടെ കടലാണ്, നല്ല വൃത്തിയുള്ള കടൽ. അവിടെ ഒരു കപ്പൽ നിൽക്കുന്നുണ്ട്. അത് അത്ര വിസിബിൾ അല്ല, വളരെ ദൂരെ ആയതുകൊണ്ടും എൻ്റെ ഫോൺ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബൈ. അങ്ങനെ മഹാബലിപുരത്തെ ആദ്യത്തെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഓട്ടോ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങേര് ഇതിനെ കയറിയിട്ട് നമ്മളോട് വേറെ സ്ഥലത്ത് പോയി ഇറങ്ങാനാണ് പറഞ്ഞത്. അവിടെ അങ്ങേര് വരും. ഓക്കെ, ഇവിടെ ടിക്കറ്റ് എടുക്കണം, വെറുതെ കയറാൻ പറ്റില്ല. അങ്ങനെ ഒരാൾക്ക് 40 രൂപ, 3 പേർക്ക് 120 റുപ്പീസ് ആണ് നമ്മൾ കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ സ്പോർട്സ് കാണാനും
ആ ഒരു പാസ് മതി. പിന്നെ ഇവിടെ നമ്മൾ പാസ് കാണിക്കുകയാണ്. ഒരു വലിയ പാറയാണ് നിൽക്കുന്നത്. അതെങ്ങനെയാണ് അത് അങ്ങനെ നിൽക്കണമെന്ന് മനസ്സിലാവണില്ല. ഈ ഒറ്റക്കല്ല് എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാവണില്ല. അതിന് താഴെ ഒരാളും ഒരു കുട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി ഇരിക്കാൻ വയ്യ, നല്ല വെയിലുണ്ട്. എവിടേക്കാണ് പോകേണ്ടത് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, പോയി നോക്കാം. ഓക്കെ, അതിന്റെ എന്തായിരുന്നു? കൃഷ്ണാസ് ബട്ടർ ബോൾ. എന്തോ വെണ്ണക്കല്ല്, അതന്നെ കൃഷ്ണന്റെ വെണ്ണക്കല്ല്. അതേ ഒരു ഷേപ്പ്, ഒരു വെണ്ണക്കല്ലിന്റെ ഷേപ്പിലാണ്. ഇവിടെ നമ്മളൊരു ഫോറിനേഴ്സിനെ കാണാണ്. ഒന്നല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഫോറിനേഴ്സ് മഹാബലിപുരം കാണാൻ വന്നതാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ പോണ്ടിച്ചേരി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നവരായിരിക്കും. അയ്യോ, ഭയങ്കര വെയിലാണ്. ഇതാ ഒരാൾ ഇവിടെ ഇരിപ്പായി. ഇവിടെ ഒരാൾ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിതാ ബാഗും കുടയൊക്കെ ഏറ്റതിനകത്ത്. അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുകയാണ്. ലൈറ്റ് ഹൗസിൻ്റെ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പാറക്കെട്ടുകളാണ്. ഇവിടെ എന്തോ പൂത്തു എന്നാണ് പറയുന്നത്. മാവൊന്നല്ല, ഇല കണ്ടിട്ട് മാവാണ്, പക്ഷെ കായ കണ്ടിട്ട് മാവല്ല. പൂവ് കണ്ടിട്ട് മാവല്ല. ഓക്കെ, ഇവിടെ ഒത്തിരി വെയിൽ കുറവുണ്ട്. അങ്ങനെ എക്സിറ്റിൻ്റെ അടുത്ത് എത്താനായി തോന്നുന്നു. ഇതിന് മുകളിൽ എന്തോ ഉണ്ട്, എനിക്ക് നടക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. അവർ കയറിയിട്ട് വരട്ടെ. വിചാരിച്ചായിരുന്നു, പിന്നെ ഞാൻ കയറി. അധികം നടക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ കയറിയത്. ചൂട് കാറ്റാണ് അടിക്കുന്നത്. അവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്, വീടുകള്, പുഴ, അങ്ങനെയൊക്കെ. ആ സൈഡില് കടലാണ്. ഞങ്ങളങ്ങനെ എക്സിറ്റിലിറങ്ങി. ഇവിടെ ഓട്ടോക്കാരനെ കാണാനില്ല. ഓട്ടോ തപ്പട്ടെ. നേരെ നമ്പർ തന്നിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഓട്ടോയുടെ നമ്പർ നോക്കാനും മറന്നുപോയി. വിളിച്ചു നോക്കാം അയാളെന്നെ. അടുത്തതായിട്ട് നമ്മൾ എന്തോ 5 രഥോ അങ്ങനെ ഒരു സ്ഥലമാണിത്. അവിടെ വന്നിരിക്കുകയാണ്. ഇതൊരു മിനി ഹംപിയാണ് സത്യം പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ ടെമ്പിൾസ് ആൻഡ് മോണുമെന്റ്സ് ആണ് ഇവിടെ മൊത്തം. പിന്നെ ഒരു ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 7-8 പതിറ്റാണ്ടിൽ പല്ലവ ഡൈനാസ്റ്റി അങ്ങനെ തന്നെയാണ് എന്നാണ് തോന്നുന്നത്, അവരുണ്ടാക്കിയതാണിത്. ഹംപിയിൽ ഇതിലും അധികം സംഭവങ്ങൾ കാണാനുണ്ട്. ഇവിടെ അത്ര ഇല്ല, നല്ല സെയിം ഏകദേശം ഒരുപോലെ തന്നെയാണ്. കുറേ കൊത്തുപണികളും കല്ലിന്മേലുള്ള കൊത്തുപണികളും ചിത്രകലകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. തമിഴ്നാട്ടിൽ ലീവ് അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്, അത്ര ക്രൗഡഡ് അല്ല. ഇതാണ് 5 രഥം. എന്തുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. 5 പാറകളിലായിട്ട് കൊത്തി വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പം 5 പാറകളിലായിട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്നാണ് ഇത്ര. അത് ശരിയാവാനും ചാൻസ് ഉണ്ട്. കാരണം ഓട്ടോക്കാരൻ അതിന്റെ കാരണം അത് അവള് സ്വന്തമായിട്ട് പറഞ്ഞാണ്. പുറത്ത് ഇങ്ങനെ കരിങ്കല്ലിൽ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. ബുദ്ധനെയും ആനയും സിംഹത്തെയും അങ്ങനെയൊക്കെ ഓരോ പ്രതിമകൾ. ഇവിടെ ധന്യ പോസ് ചെയ്യാണ്, പല രീതിക്ക് പോസ് ചെയ്യുന്നുണ്ട്. ചിത്ര ഫോട്ടോ എടുത്തു കൊടുക്കുന്നു.
ഇവിടെ ഇങ്ങനത്തെ കച്ചവടക്കാരുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ക്രാഫ്റ്റ്സ്, വില എങ്ങനെയാണ് അവരെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഇവിടെ റേറ്റ് നോക്കാം. ഇവിടെ കുറേ എണ്ണം ഉണ്ട്. ഇവിടെ ഒരു മുത്തശ്ശി കോലം വരയ്ക്കുന്നുണ്ട് വൈകുന്നേരം. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി പൈസ ചോദിച്ചു. 2000 രൂപയ്ക്ക് മുകളിലുള്ള സാധനങ്ങളെ അവിടെ ഉള്ളൂ. അങ്ങനെ 1100 രൂപയ്ക്ക് നമ്മൾ മഹാബലിപുരം കറങ്ങി ഓട്ടോയിൽ തിരിച്ച് കോവലം വന്നിറങ്ങി. ഇനി ഇവിടെ നിന്ന് 109 ബസ്സിലാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. തിരിച്ചു പോകും മറീന ബീച്ചിൽ ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ജസ്റ്റ് സ്നാക്സ് മാത്രമേ ഇത്രയും നേരമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതല്ല നമ്മുടെ ബസ്. നമ്മുടെ ബസ് ഇവിടെ വരും എന്നാണ് പറഞ്ഞത്. സമയം ഒരു 5:30 ആയിട്ടുണ്ട്. കറക്റ്റ് ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ബാഗിൻ്റെ വള്ളി പൊട്ടി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അണ്ണൻ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് തരികയാണ്. കുറേ നേരമായി ഈ ബസ്സിലിരിക്കാൻ തുടങ്ങിയിട്ട്. 6:30 ആവും തോന്നുന്നു ഇനി ഇവിടെ നിന്ന് ബസ് എടുക്കാൻ വേണ്ടി. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി. രാത്രി 8 മണിയായി. മറീന ബീച്ച് തട്ടുകട ഇവിടെ അല്ല. ഓക്കെ, തട്ടുകടയ്ക്ക് പോണതിന് മുമ്പ് നമുക്ക് മറീന ബീച്ചിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഫുൾ ലൈറ്റാണ്. ഇവിടെ നിന്ന് വല്ലതും തിന്നാൻ. ആ ബസ്സിനുള്ളിൽ ഇരുന്ന് ചടച്ചു. ഓക്കെ, ഞങ്ങൾ ബീച്ചിലൂടെ നടക്കുകയാണ്. എന്താണ് തിന്നാൻ വേണ്ടതെന്നുള്ളതിനൊരു ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ സഫാരി ഒക്കെ ഉണ്ട്, കുതിര സഫാരി. ഒരു ഫ്രൈഡ് റൈസ് വാങ്ങി കഴിച്ചാലേ കടയിൽ നിന്ന്. ഞങ്ങൾ ഈ ഒരു കടയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരൊരു മെനു കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ് പറയുന്നത്. നമുക്ക് പല കടയിൽ നിന്നായിട്ട് സാധനം പലതും കഴിക്കാൻ ഒരു സാധനത്തിൽ ഒതുക്കിയത്. ഇല്ല, ഈ ഫോണ് ഓഫ് ആവില്ല. നമ്മൾ ഫുഡ് മാത്രം കാണിക്കാനേ ഈ ഫോണിനെ ഓണാക്കുള്ളൂ. ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത ചിക്കൻ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. കഴിച്ചേ എങ്ങനെയുണ്ട് നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോയെന്നോ. അപ്പോൾ തന്നെ കഴിച്ചിട്ട് പറയും. ഇതെല്ലാം നേരത്താണ് പോണത്. എങ്ങനെയുണ്ട്? കൊള്ളാം എന്നാണ് പറഞ്ഞത്. ഇത്ര നേരത്തെ വിശപ്പ് കൊണ്ടാണോന്നറിയില്ല. ഞാനും പോയി കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ഓട്ടോ കയറി. അവിടെ കടയില്ല, കുറച്ച് ദൂരെ കുറേ സീ ഫുഡ് കട ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടേക്കാണ് പോണത്. 80 രൂപയാണ് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ ചാർജ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയാണെന്ന് കണ്ടറിയാം. നമ്മളെത്തി. ഇവിടെയാണ് നമ്മൾ ഒരുപാട് സീ ഫുഡ് ഷോപ്സ് കണ്ടത്. പയ്യൻ ഇനി എവിടെയാണ് കൊണ്ട് നിർത്താൻ പോണേന്ന് അറിയില്ല. ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ കടകൾ ഇങ്ങനെ കാണുകയാണ്. സുന്ദരിയക്ക കട എന്ന് പറയുന്ന ഈ കട നമ്മൾ ഇതിലൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഒരു സുന്ദരിയക്ക കടയിലെത്തി. അപ്പോൾ ആദ്യത്തെ ഡ്യൂപ്ലിയാണെന്ന് തോന്നുന്നു. ഇതാണ് ഒറിജിനൽ സുന്ദരിയക്ക കട എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, പോയി നോക്കാം. നമുക്ക് എല്ലാ കടകളും കണ്ടിട്ട് അവസാനം തീരുമാനം എടുക്കാം ഇവിടെ നിന്ന് തിന്നണമെന്ന്. ഇവിടെ എല്ലാം ഫിഷാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ വിജയ് സേതുപതിനെ കണ്ടുകൊണ്ട് ഈ കടയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇവിടെ കയറി നോക്കാം. ആദ്യം തന്നെ വന്നത് നമ്മുടെ പ്രോൺസ് ആണ്. 100 രൂപയുടെ പ്രോൺസ് ആണിത്. വലിയ രസമൊന്നും ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ സാധാ വീട്ടിൽ വറക്കണ അത്രയും ഉണ്ടാവില്ല. ചൂട വറുത്ത പോലെയാണ് പ്രോൺസ്. അടുത്തത് അടിക്കാത്ത പൊറോട്ടയാണ് വന്നിരിക്കുന്നത്. വന്നത് നഷ്ടമായി എന്നാണ് ഇവർ പറയുന്നത്. വെറുതെ ഓട്ടോ വിളിച്ച് വന്ന് ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ. പിന്നെ
2 തരത്തിലുള്ള കറി കൊടുന്ന് വെച്ചു. ഒന്ന് സാമ്പാർ പോലെ ഉണ്ട്, പക്ഷെ അതും മീനാണ്, ഇതും മീനാണ്. എനിക്ക് രണ്ടാമത്തെ മീൻ കറിയാണ് ഇഷ്ടമായത്. നമ്മൾ ഓർഡർ ചെയ്തല്ലേ ചിക്കൻ ദോശയും വന്നു. 120 രൂപയുടെ ചിക്കൻ ദോശയാണത്. എങ്ങനെ ചിക്കൻ ദോശയിൽ എന്തോ പ്രോൺസ് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറയുന്നേ. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. എന്താണ് പറയാനുള്ളത്? 290 രൂപയാണ് നമുക്ക് ആകെ ആയത്. നമ്മൾ ഓട്ടോ വിളിച്ച് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോകണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫുഡ് നല്ലതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കഴിക്കാന്നുള്ളൂ. ഭയങ്കര മോശമല്ല, ആവറേജ്. എന്നാൽ നല്ലതാണെന്ന് വെച്ചാൽ ഭയങ്കര നല്ലത്. ഓവർ റേറ്റഡ് ആണ് കുറച്ച്. അങ്ങനെ നമ്മൾ ഊബറോട്ട് വന്നു, നമ്മൾ റൂമിലോട്ട് പോവാണ്. അയ്യോ, എന്നെ കാണാൻ എന്നാലും ഞാൻ പറയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ആ ഹോട്ടലിലാണ് നമ്മൾ പോയി ഇറങ്ങിയത്. നമ്മൾ നിന്നിരുന്ന ഹോട്ടൽ അതല്ല, അത് നമ്മൾ വീണ്ടും അടുത്ത് ഇവരെ വിളിച്ചു. അതുകൊണ്ട് പറ്റിയ തെറ്റാണ്. നമ്മളിനി ശരിക്കും ഉള്ള ഹോട്ടലിലോട്ട് പോവാണ്. അങ്ങനെ വൻ ലാഭമാണ് നമ്മൾ വിചാരിച്ചത്, വൻ നഷ്ടമായി പോയി. നമ്മൾ റൂമിലെത്തി. സംഭവബഹുല യാത്രയ്ക്ക് ശേഷം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ തിരിച്ച് റൂമിലെത്തി. എത്തിക്കൊണ്ടിരിക്കുന്നു. മഹാബലിപുരം പോയതിനെ പറ്റിട്ട് എന്താ അഭിപ്രായം? സൂപ്പർ. ഒറ്റ പറഞ്ഞാൽ അടിപൊളി.